അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റായ ഒബ്ജക്ട്സ് പറഞ്ഞായിരുന്നു, രണ്ടാമത്തെ ക്ലാസ്സും പറഞ്ഞായിരുന്നു, മൂന്നാമത്തെ കൺസെപ്റ്റ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. Data abstraction means it is the act of representing essential features without including background details or explanation എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസോ ഒന്നുമില്ലാതെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ATM മെഷീനകത്ത് പോകുന്ന സമയത്ത്, ATM മെഷീനകത്ത് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ ATM കാർഡ് കൊണ്ട് ചെല്ലുന്നു, ആ മെഷീനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അത് നമ്മളോട് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കും, നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും, നമ്മൾ ഏത് ടൈപ്പ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ക്യാഷ്, എന്ത് ടൈപ്പ് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും, എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മളതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിന് എഴുതി കാണിച്ച് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് ആ അവിടെ കളക്ട് ചെയ്യേണ്ട സ്ഥലത്തെത്തും. നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യും, നമ്മൾ ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു മെഷീനകത്തേക്ക് നമ്മളൊരു കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഈ ക്യാഷ് കളക്ട് ചെയ്ത് ആ ATM സെൻറ്റർ നമ്മൾ പോകുന്നത് വരെ ആ മെഷീനകത്തൊരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് അത് ഉപയോഗിച്ച് ആ യൂസർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു കാര്യത്തിൻ്റെ എന്ത് കാര്യമാണോ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കേണ്ട കാര്യത്തിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെപ്രസെൻ്റ് ചെയ്യുകയും ബാക്കിയുള്ളവയെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അബ്സ്ട്രാക്ഷൻ മീൻസ് ദി ആക്ട് ഓഫ് റെപ്രസെൻറ്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക, വിത്തൗട്ട് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസോ ഓർ എക്സ്പ്ലനേഷൻ. പ്രത്യേകിച്ച് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസോ എക്സ്പ്ലനേഷനോ ഒന്നുമില്ലാതെ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. എക്സാമ്പിൾ വെച്ചാൽ വർക്കിംഗ് ഓഫ് ആൻ ATM മെഷീൻ ഓർ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ, ഇതൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് അതിനൊരു ഇൻപുട്ട് സപ്ലൈ ചെയ്യും. ആ ഇൻപുട്ട് വെച്ച് അതിനകത്ത് ചില പ്രോസസ്സിംഗ് നടത്തും, നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തേരും ചെയ്യും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കാണുന്നു. പക്ഷേ ആ ഇൻസൈഡ് ദി മെഷീൻ, ആ മെഷീനകത്ത് നടന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അത് യൂസ് ചെയ്യുന്ന യൂസർ എന്ത് ചെയ്യാറില്ല, അറിയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെപ്രസെൻ്റ് ചെയ്യുകയും മറ്റുള്ളവയെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. ഇതാണെന്ത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇനി നാലാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ എൻക്യാപ്സുലേഷൻ ആണ്. ഡേറ്റ എൻക്യാപ്സുലേഷൻ മീൻസ് ബൈൻഡിങ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് എൻക്യാപ്സുലേഷൻ. അപ്പോൾ ഡേറ്റയും ഫംഗ്ഷനെയും ഒരുമിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ എൻക്യാപ്സുലേഷൻ. അപ്പോൾ ബൈൻഡിങ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് എൻക്യാപ്സുലേഷൻ. ഒരു ഡേറ്റയും ആ ഡേറ്റയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനും ഒരുമിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? എൻക്യാപ്സുലേഷൻ. അപ്പോൾ അതാണ് നാലാമത്തെ കൺസെപ്റ്റ്, ഡേറ്റ എൻക്യാപ്സുലേഷൻ. അപ്പോൾ ദ ബൈൻഡിങ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് ഡേറ്റ എൻക്യാപ്സുലേഷൻ. ഡേറ്റയും ഫംഗ്ഷനെയും ഒരുമിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ എൻക്യാപ്സുലേഷൻ. അപ്പോൾ ഈ പറയുന്ന ഈ അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും ഒക്കെ നമ്മൾ C++നകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ചില ആക്സസ് മോഡിഫയർ ഉപയോഗിച്ചാണ്. ആക്സസ് മോഡിഫയർ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനകത്തുള്ള ഡേറ്റയ്ക്ക് ആക്സിഡൻ്റലായിട്ടുള്ള മോഡിഫിക്കേഷനോ ഒന്നും വരുത്താത്ത രീതിയിൽ ആ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കീവേഡുകളെ പറയുന്ന പേരാണെന്ത്? ആക്സസ് മോഡിഫയേഴ്സ്. അത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ആക്സസ് മോഡിഫയർ ആണുള്ളത്. ഒന്ന് പ്രൈവറ്റ്, മറ്റൊന്ന് പബ്ലിക്, മൂന്നാമത്തത് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഈ പറയുന്ന 3 ആക്സസ് മോഡിഫയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എൻക്യാപ്സുലേഷനും അബ്സ്ട്രാക്ഷനും ഒക്കെ നമ്മളൊരു C++ൻ്റെ ക്ലാസ് എന്ന പ്രോഗ്രാമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പബ്ലിക് മെമ്പർ ആണെങ്കിൽ, ഒരു ക്ലാസ്സിനകത്ത് വരുന്ന മെമ്പർ പബ്ലിക് മെമ്പർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ ഇൻ ദി പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ അതൊരു പ്രൈവറ്റ് മെമ്പർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു ആൾ, ഇറ്റ്സ് വിസിബിൾ എനിവെയർ ഇൻ ദി പ്രോഗ്രാം, നോട്ട് വിസിബിൾ ടു ഇറ്റ്സ് മെമ്പർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ ടു എനിവെയർ ഇൻ ദി പ്രോഗ്രാം, ഇറ്റ് ഈസ് ആക്സസിബിൾ ഓൺലി ദി മെമ്പർ ഫംഗ്ഷൻ. ആ മെമ്പർ ഫംഗ്ഷന് മാത്രം, ആ ക്ലാസ്സിനകത്ത് വരുന്ന ഫംഗ്ഷന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പ്രൈവറ്റ്. എല്ലായിടത്തും കാണാൻ പറ്റുന്നത് പബ്ലിക്കും, എന്നാൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇത് പ്രൈവറ്റും. ഇനി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് വരുമ്പം അവിടെ ഉപയോഗിക്കുന്ന ആക്സസ് മോഡിഫയർ ആണ് ഇത് പ്രൊട്ടക്റ്റഡ്. ഇറ്റ് ഈസ് ആൾസോ സെയിം എഫക്റ്റ് ഓഫ് പ്രൈവറ്റ്. അപ്പോൾ
ഓർത്തിരുന്നാൽ മതി. ആക്സസ് മോഡിഫയർ ഈ പറയുന്ന അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആക്സസ് മോഡിഫയർ. അത് 3 ടൈപ്പാണ്: പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പം ഡാറ്റ അബ്സ്ട്രാക്ഷൻ ചോദിച്ചാൽ ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ഓർ എക്സ്പ്ലനേഷൻ ഈസ് കാൾഡ് അബ്സ്ട്രാക്ഷൻ. Binding data and functions together into a single unit is called encapsulation. എന്നാൽ അഞ്ചാമത്തെ കൺസെപ്റ്റ് മോഡുലാരിറ്റി ആണ്. മോഡുലാരിറ്റി അറിയാം. The process by which a large program is divided into small programs are called modularity. ഒരു വലിയ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ആ വലിയൊരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? മോഡുലാരിറ്റി. ദി ആക്ട് ഓഫ് partitioning a large complex problems into small programs. ആ സ്മാൾ പ്രോഗ്രാംസിനെ പറയുന്നൊരു പേരുണ്ട് മൊഡ്യൂൾസ്. മൊഡ്യൂൾസ് എന്ന് പറയും. അപ്പോൾ മൊഡ്യൂൾസിൻ്റെ രൂപത്തിൽ പ്രോഗ്രാമുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് മോഡുലാരിറ്റി എന്ന് പറയും. മോഡുലാരിറ്റി ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട്. ദി ആക്ട് ഓഫ് പാർട്ടീഷനിങ് എ ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മാളർ പ്രോഗ്രാംസ് കാൾഡ് മൊഡ്യൂൾസ് ആർ കാൾഡ് മോഡുലാരിറ്റി. ഒരു ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്ത മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? മോഡുലാരിറ്റി എന്ന് പറയും. മോഡുലാരിറ്റി. ആറാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഇൻഹെറിറ്റൻസ്. ദി പ്രോസസ് ഓഫ് ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കാൾഡ് ഇൻഹെറിറ്റൻസ്. ഇപ്പം സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും നമ്മൾ ബയോളജി സയൻസ് സ്റ്റുഡൻസ് എന്നും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് എന്നും കൊമേഴ്സ് സ്റ്റുഡൻസ് എന്നും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് എന്നും നമ്മൾ ക്ലാസ്സുകൾ തിരിക്കുമ്പോഴത്തേക്ക് അത് ആ ബയോളജിയും കമ്പ്യൂട്ടറും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ നമ്മൾ കണ്ടെത്തിയ എവിടെ നിന്നാണ്? സ്റ്റുഡൻസിൽ നിന്നാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത 4 ക്ലാസ്സുകളായിരുന്നു ഇത്: ബയോളജി, കമ്പ്യൂട്ടർ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പം ഇങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ നിന്നും ഒന്നോ അതിലധികമോ ക്ലാസ്സിൽ നിന്നും പുതിയ പുതിയ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഇൻഹെറിറ്റൻസ്. പ്രോസസ് ഓഫ് ഡിറൈവിംഗ് ന്യൂ ക്ലാസ്സസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ് ഈസ് കാൾഡ് ഇൻഹെറിറ്റൻസ്. ഒരു പുതിയ ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിനെ പറയുന്ന പേര് ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുക എവിടെ നിന്ന്? എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ നിന്ന്, ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഇൻഹെറിറ്റൻസ്. അപ്പം ആ എക്സിസ്റ്റ് ചെയ്യുന്ന ബേസ് ക്ലാസ്സിനെ പറയുന്ന പേര് പാരന്റ് ക്ലാസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കാൾഡ് പാരന്റ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ്. ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡിറൈവ്ഡ് ക്ലാസ് ആർ ആൾസോ നോൺ ആസ് ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്. ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡിറൈവിംഗ് എ ന്യൂ class called derived class from an existing class or base class is called inheritance. The derived class and the properties ആണ്. The derived class ആരെന്നാണോ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ആ derived class inherits all the properties of base class. ആ ബേസ് ക്ലാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യും? ഇൻഹെറിറ്റ് ചെയ്യും. അപ്പം ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ്. ബേസ് ക്ലാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിറൈവ്ഡ് ക്ലാസ്സിനുണ്ടാകും. വി ക്യാൻ ആഡ് ന്യൂ ഫീച്ചേഴ്സ്. പുതിയ പുതിയ ഫീച്ചേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം ടു ദി ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് ദ ബേസ് ക്ലാസ് ഈസ് അൺചേഞ്ച്ഡ്. ദ ബേസ് ക്ലാസ് എപ്പോഴും എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും. ബേസ് ക്ലാസ്സിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകാറില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറൈവിംഗ് ന്യൂ ക്ലാസ് കാൾഡ് ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ്. ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ നിന്നോ ഒരു ബേസ് ക്ലാസ്സിൽ നിന്നോ പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് ക്ലാസ്. ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിനെ പറയുന്ന പേര് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ പാരന്റ് ക്ലാസ് എന്നാണ് പറയുന്നതെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ് എന്ന് പറയും. എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്ലാസ്സിനെ പറയുന്ന പേര് സബ് ക്ലാസ് എന്ന് പറയും. അപ്പം എക്സിസ്റ്റിംഗ് ക്ലാസ് എന്നോ ബേസ് ക്ലാസ് എന്നോ പാരന്റ് ക്ലാസ് എന്നോ സൂപ്പർ ക്ലാസ് എന്നോ പറയാം. അപ്പം ഡിറൈവ്ഡ് ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നും അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ് എന്നും സബ് ക്ലാസ് എന്നുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം ഡിറൈവ്ഡ് ക്ലാസ്സിന്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രോസസ്സിനെ, ഒരു പുതിയ ക്ലാസ് നിലനിൽക്കുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി എന്നൊരു അഡ്വാൻറ്റേജ് ആണ്. കോഡ് റീയൂസബിലിറ്റി. എന്താണ് കോഡ് റീയൂസബിലിറ്റി എന്ന് ചോദിച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോഡിനകത്ത് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റീയൂസ് ചെയ്യാം. മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി റീയൂസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണിത് കോഡ് റീയൂസബിലിറ്റി. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈസ് എന്ത്? കോഡ് റീയൂസബിലിറ്റി. കോഡ് റീയൂസബിലിറ്റി എന്നാണ് ഈ പറയുന്ന
ഇൻഹെറിറ്റൻസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി. അപ്പം അതാണ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറൈവിംഗ് ന്യൂ ക്ലാസ് കാൾഡ് ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ്. The existing class, the derived class inherits all the properties of base class. The existing class are also called parent class or super class. The derived class is also known as child class or subclass. The main advantage of inheritance is code reusability. Main advantage എന്ന് പറയുന്നത് code reusability ആണ്. Main advantages of inheritance. അപ്പോൾ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെ പ്രധാനമായും നമ്മൾ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, നാലാമത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, അഞ്ചാമത്തത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പം ഇൻഹെറിറ്റൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 types: സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, multiple inheritance, hierarchical inheritance, multi-level inheritance and hybrid inheritance are the classification of inheritance. അതിൽ ആദ്യത്തേത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ് എന്ന് പറയുന്നത് പ്ലെയർ എന്ന ബേസ് ക്ലാസ് ആണ്. ബേസ് ക്ലാസ് പ്ലെയർ ആണ്. ആ പ്ലെയർ എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിക്കറ്റർ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ പ്ലെയർ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്. അപ്പം ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ബേസ് ക്ലാസ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഡിറൈവിങ് എ ക്ലാസ് അല്ലെങ്കിൽ വെൻ എ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് only one base class. ഒരു ബേസ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടി മാത്രമാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ when a derived class inherits all the properties of only one base class is called സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ നോക്കി അറിയാൻ പറ്റും. പ്ലെയർ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ക്ലാസ്സാണ് ഇത് ക്രിക്കറ്റർ. സോ ക്രിക്കറ്റർ ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ഈ ക്രിക്കറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഈ പ്ലെയർ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്. അപ്പോൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണെന്ത്, സിംഗിൾ ഇൻഹെറിറ്റൻസ്. രണ്ടാമത് നോക്കി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതിനകത്ത് പ്രത്യേകം എന്താണ്, വെൻ എ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് all the properties of more than one base classes. ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിലധികം ബേസ് ക്ലാസ്സുകളിൽ നിന്നും ഒരു ഡിറൈവ്ഡ് ക്ലാസ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ഇൻഹെറിറ്റൻസ് ആർ കാൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ വെൻ എ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് മോർ ദാൻ വൺ ബേസ് ക്ലാസ്സസ്. ഇവിടെ നോക്കി ബൗളറും ബാറ്റ്സ്മാനും രണ്ട് ബേസ് ക്ലാസ്സാണ്. ഈ ബൗളറും ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ക്ലാസ്സാണ് എന്ത്, ഓൾറൗണ്ടർ. അപ്പോൾ ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ബൗളർ ആൻഡ് ബാറ്റ്സ്മാൻ മോർ ദാൻ വൺ ബേസ് ക്ലാസ്സസ്. മോർ ദാൻ വൺ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ഇൻഹെറിറ്റൻസ് ആർ കാൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൂന്നാമത് എന്താണ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, വെൻ എ മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ്സ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ സിംഗിൾ ബേസ് ക്ലാസ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ക്ലാസ്, ഒരു ബേസ് ക്ലാസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നുള്ള പ്രോപ്പർട്ടി ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിന് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ്സ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ സിംഗിൾ ബേസ് ക്ലാസ്. ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്താൽ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ഇൻഹെറിറ്റൻസ് ആർ കാൾഡ് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണെന്ത്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിനെ ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. നാലാമത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് കാൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇവിടെ നോക്കിയാൽ അറിയാം, പ്ലെയർ എന്ന് പറയുന്ന ഈ ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിക്കറ്റർ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തു. ഈ ക്രിക്കറ്ററിൽ നിന്നും പിന്നെ എന്ത് ഡിറൈവ് ചെയ്തു, ബൗളർ എന്നൊരു ക്ലാസ് ഡിറൈവ് ചെയ്തു. അതിനെ പറയുന്ന പേരാണെന്ത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ വെൻ എ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ്, അല്ലെങ്കിൽ വെൻ എ ക്ലാസ് ഈസ് ഡിറൈവിങ് ഫ്രം എ ഡിറൈവ്ഡ് ക്ലാസ്, ഒരു ക്ലാസ് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ഇൻഹെറിറ്റൻസ് ആർ കാൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണെന്ത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇനി നാലാമതൊരെണ്ണം കൂടെ ഉണ്ട്. ആ ഇൻഹെറിറ്റൻസിൻ്റെ പേരാണ്
ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് അതിൻ്റെ പേര്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസിൻ്റെയും നമുക്ക് ആദ്യം ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് വരയ്ക്കാം. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ക്രിക്കറ്ററിൽ നിന്ന് നമ്മൾ രണ്ട് ക്ലാസ് ഡ്രൈവ് ചെയ്തു. ഒന്ന് ബൗളർ, മറ്റൊന്ന് ബാറ്റ്സ്മാൻ. ഈ ബൗളറിൽ നിന്നും ബാറ്റ്സ്മാനിൽ നിന്നും ഞാനൊരു ക്ലാസ് ഡ്രൈവ് ചെയ്തു. അതിനെ ഓൾറൗണ്ടർ. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഫസ്റ്റ് പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഈ പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹയറാർക്കിയൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് നോൺ ആസ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണെന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതാണെന്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറൈവിങ് ന്യൂ ക്ലാസ്സസ്. പുതിയ പുതിയ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുക്കുക. വെൻ ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറൈവിങ് ന്യൂ ക്ലാസ്സസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ് ഈസ് കാൾഡ് ഇൻഹെറിറ്റൻസ്. ദ പ്രോസസ് ഓഫ് ഡിറൈവിങ് ന്യൂ ക്ലാസ്സസ് കാൾഡ് ഡിറൈവ്ഡ് ക്ലാസ്. പുതിയ പുതിയ ക്ലാസ്സുകൾ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ബേസ് ക്ലാസ്, ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ബേസ് ക്ലാസ്സിൽ നിന്നും പുതിയ പുതിയ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് ഇൻഹെറിറ്റൻസ്. അത് എത്ര ടൈപ്പ്? 5 ടൈപ്പ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് വെച്ചാൽ when a class is deriving from a single base class, it is called a single inheritance. When a derived class is inherits from more than one base classes, it is called a multiple inheritance. When more than one derived classes are inherits from a single base class, it is called hierarchical inheritance. Deriving a new class from a derived class is called a multi-level inheritance. Combination of multiple and hierarchical inheritance is called a hybrid inheritance. ഇങ്ങനെ ഇൻഹെറിറ്റൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇങ്ങനെ ഇൻഹെറിറ്റൻസിനെ പ്രധാനമായും 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ത് ഇൻഹെറിറ്റൻസ്. അപ്പം ഇൻഹെറിറ്റൻസ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറൈവിങ് ന്യൂ ക്ലാസ്സസ് കാൾഡ് ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ്. ദ ബേസ് ക്ലാസ് ഈസ് ആൾസോ നോൺ ആസ് പാരന്റ് ക്ലാസ് ഓർ എന്താണ് സൂപ്പർ ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ആൾസോ നോൺ ആസ് ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. The main advantage of inheritance is code reusability. We can reuse an existing code by adding new features. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. There are 5 types of inheritance. എത്ര ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്? 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്. ഏതൊക്കെയാണ്? സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം എ സിംഗിൾ ബേസ് ഈസ് കാൾഡ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലെയർ എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിക്കറ്റർ എന്ന ഡെറൈവ് ക്ലാസ് ഡെറൈവ് ചെയ്തു, അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓൾറൗണ്ടർ എന്നൊരു ഡെറൈവ്ഡ് ക്ലാസ് ഈസ് ഡെറൈവിങ് ഫ്രം ബൗളർ ആൻഡ് ബാറ്റ്സ്മാൻ. 2 ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഓൾറൗണ്ടർ എന്ന ഡെറൈവ്ഡ് ക്ലാസ് ഡെറൈവ് ചെയ്തത്, അതിനെ പറയുന്ന പേര് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് മീൻസ് ഡിറൈവിങ് മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഒന്നിലധികം ഡിറൈവ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യുന്നു ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്. അതായത് ക്രിക്കറ്റർ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സസ്, ബൗളറും ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന 2 ഡിറൈവ് ക്ലാസ് ഡെറൈവ് ചെയ്തു എങ്കിൽ അതിനെ പറയുന്ന പേര് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് കാൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് ഒരു പ്ലെയർ എന്നൊരു ക്ലാസ്, ആ പ്ലെയർ എന്നൊരു ക്ലാസ്സിൽ നിന്നും നമ്മൾ ക്രിക്കറ്റർ എന്നൊരു ഡിറൈവ്ഡ് ക്ലാസ് ഡെറൈവ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നതിനകത്ത് ഇതിന് രണ്ടിനെയും നമുക്ക് ബേസ് ക്ലാസ് എന്ന് പറയാം, ഇതിന് ഡെറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം. ഇവിടെ ഈ ക്രിക്കറ്റർ എന്ന് പറയുന്ന ബേസ് ക്ലാസ് ആണ്, ഈ ബാറ്റ്സ്മാനും ബൗളറും എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്ലാസ് ആണ്. ഇവിടെ നോക്കി പ്ലെയർ എന്ന് പറയുന്ന ബേസ് ക്ലാസ് ആണ്, ക്രിക്കറ്റർ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്ലാസ് ആണ്, ബൗളറും ഡെറൈവ്ഡ് ക്ലാസ് തന്നെയാണ്. അപ്പം ഈ പ്ലെയർ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിക്കറ്റർ എന്ന് പറയുന്ന ഡെറൈവ് ക്ലാസ് ഡെറൈവ് ചെയ്തിട്ട് ആ ക്രിക്കറ്റർ എന്ന ഡെറൈവ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ബൗളർ എന്ന മറ്റൊരു ക്ലാസ് ഡെറൈവ് ചെയ്തു. അപ്പോൾ ഡെറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം എ ഡെറൈവ്ഡ് ക്ലാസ്, ഒരു
പുതിയ ക്ലാസ് ഡിറൈവ് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു ഡിറൈവഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുത്താൽ സച്ച് ഇൻഹെറിറ്റൻസ് ആർ കാൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണെന്ത്? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അഞ്ചാമത്തത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസിൻ്റെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണെന്ത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നോക്കി അറിയാൻ പറ്റും. ക്രിക്കറ്റർ എന്നൊരു ബേസ് ക്ലാസ്, ആ ക്രിക്കറ്റർ എന്നൊരു ബേസ് ക്ലാസ്സിന് ബൗളറും ബാറ്റ്സ്മാൻ എന്ന 2 ഡിറൈവ്ഡ് ക്ലാസ്, ആ 2 ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് പിന്നെ ഓൾറൗണ്ടർ എന്നൊരു ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ഈ ക്രിക്കറ്റർ എന്ന ബൗളറും ബാറ്റ്സ്മാനും ആയപ്പോൾ അതെന്ത് ഇൻഹെറിറ്റൻസ് ആണ്? ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആണ്. ആ ബൗളറെന്നും ബാറ്റ്സ്മാനെന്നും ഓൾറൗണ്ടർ എന്നൊരു ക്ലാസ് ഡ്രൈവ് ചെയ്തെടുപ്പോഴത്തേക്ക് അതെന്ത് ഇൻഹെറിറ്റൻസ് ആണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസിൻ്റെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണെന്ത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതാണ് 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ്: സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇനി അവസാനത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോളിമോർഫിസം. പോളിമോർഫിസത്തിനകത്ത് ആ വേർഡ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പോളി മീൻസ് മെനി. രണ്ടാമത്തത് മോർഫ് മീൻസ് ഷേപ്സ് ഓർ ഫോംസ്. അപ്പം പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്സ് ഓർ ഫോംസ്. അപ്പം പോളിമോർഫിസം മീൻ മെനി ഷേപ്സ് ഓർ മെനി ഫോംസ്. പല രീതിയിൽ മെനി ഷേപ്സ് ഓർ മെനി ഫോംസ്. അതാണെന്ത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു പ്രോസസ് എ ഡേറ്റ മോർ ദാൻ വൺ ഫോം. ഒരു ഡേറ്റയെ ഒന്നിലധികം രീതിയിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. അപ്പോൾ പോളിമോർഫിസം ഈസ് ദി പ്രോസസ് ഓഫ് polymorphism is the ability to process a data more than one form. ഒന്നിലധികം രീതിയിൽ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. അതിന് ഒരു കാര്യം ഒന്നിലധികം രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം എന്ന് പറയും. പോളിമോർഫിസം എന്ന് പറയും. നമ്മളൊരു പ്ലഗ് എടുത്താൽ ആ പ്ലഗിനകത്തേക്ക് നമ്മളൊരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചാർജിങ് എ മൊബൈൽ ഫോൺ. എന്നാൽ നമ്മളത് മാറ്റിയിട്ട് അവിടെ ഒരു ലാപ്ടോപ്പാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചാർജിങ് എ ലാപ്ടോപ്പ്. അതല്ല നമ്മളൊരു ലൈറ്റ് ഇടാൻ വേണ്ടി ലൈറ്റിൻ്റെ സ്വിച്ചാണ് കണക്ട് ചെയ്യുന്നത്, ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയാണ് ഇത് അവിടെ ഒരു പ്ലഗ്ഗാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ആ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്ന ഒരു പ്ലഗ് പോയിൻ്റ് തന്നെയാണ്. പക്ഷേ അത് യൂസ്ഡ് ഫോർ ഡിഫറൻറ്റ് പർപ്പസ്. അങ്ങനെ ഒരു കാര്യം ഒന്നിലധികം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. അപ്പം the ability to process a data more than one form is called polymorphism. Poly means many, morph means shape. So polymorphism means having many shapes or form. ഒന്നിലധികം ഷേപ്പിലോ ഫോമിലോ കാണുക. അതിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോളിമോർഫിസത്തെ പ്രധാനമായും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസം, കമ്പൈൽ ടൈം ഓർ സ്റ്റാറ്റിക് ഓർ എയർലി ബൈൻഡിങ്. അപ്പോൾ കമ്പൈൽ ടൈം ഓർ സ്റ്റാറ്റിക് ഓർ എയർലി ബൈൻഡിങ്. കമ്പൈൽ ടൈം ഓർ സ്റ്റാറ്റിക് ഓർ എയർലി ബൈൻഡിങ് പോളിമോർഫിസം. രണ്ടാമത്തത് റൺ ടൈം ഓർ ഡൈനാമിക് ഓർ ലേറ്റ് ബൈൻഡിങ്. അപ്പം സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ ഡൈനാമിക് പോളിമോർഫിസം, എയർലി ബൈൻഡിങ് ഓർ ലേറ്റ് ബൈൻഡിങ്, ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസം ഓർ റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ പോളിമോർഫിസത്തെ പ്രധാനമായും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നും റൺ ടൈം പോളിമോർഫിസം എന്നും. കമ്പൈൽ ടൈം പോളിമോർഫിസം ഈസ് ആൾസോ നോൺ ആസ് സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ എയർലി ബൈൻഡിങ്. റൺ ടൈം പോളിമോർഫിസം ഈസ് ആൾസോ നോൺ ആസ് ഡൈനാമിക് പോളിമോർഫിസം ഓർ ലേറ്റ് ബൈൻഡിങ്. അപ്പോൾ പോളിമോർഫിസം പറഞ്ഞായിരുന്നു. പോളിമോർഫിസം ഈസ് ദി എബിലിറ്റി ടു പ്രോസസ് എ ഡേറ്റ മോർ ദാൻ വൺ ഫോം. ഒന്നിലധികം ഫോമിൽ ഒരു ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 types: കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നും റൺ ടൈം പോളിമോർഫിസം എന്നും പോളിമോർഫിസത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം ഈസ് ആൾസോ നോൺ ആസ് സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ എയർലി ബൈൻഡിങ്. റൺ ടൈം പോളിമോർഫിസം ഈസ് ആൾസോ നോൺ ആസ് ഡൈനാമിക് പോളിമോർഫിസം ഓർ ലേറ്റ് ബൈൻഡിങ്. അപ്പോൾ അതിലാദ്യം കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്തെന്ന് വെച്ചാൽ
It refers the ability to bind a function call with the function definition. ഒരു ഫംഗ്ഷൻ കോളിനെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനുമായി എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യുക, ഒരുമിപ്പിക്കുക. ഡ്യൂറിങ് കമ്പൈൽ ടൈമിൽ ഒരു ഫംഗ്ഷൻ കാളിനെ ഫംഗ്ഷൻ ഡെഫിനിഷനുമായി ബൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പോളിമോർഫിസത്തെ പറയുന്ന പേരാണെന്ത്, കമ്പൈൽ ടൈം പോളിമോർഫിസം. അപ്പോൾ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈമിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനെയും ഒരു ഫംഗ്ഷൻ കാളിനെയും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, കമ്പൈൽ ടൈം പോളിമോർഫിസം. അതിനെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്പൈൽ ടൈം പോളിമോർഫിസം. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഏത് പോളിമോർഫിസമാണ്? കമ്പൈൽ ടൈം പോളിമോർഫിസം. അതിന് എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പം ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് കമ്പൈലേഷൻ. അതിനെ പറയുന്ന പേരാണെന്ത്, കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇറ്റ് ഈസ് എക്സാമ്പിൾ ചോദിച്ചാൽ ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇനി എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വെച്ചാൽ? ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം. ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, ആ ഫംഗ്ഷൻ്റെ പേര്, ഒരു ഫംഗ്ഷൻ പേര് സെയിം ആയിരിക്കും വിത്ത് ഡിഫറൻറ്റ് സിഗ്നേച്ചർ, പല സിഗ്നേച്ചർ മീൻസ് ഇപ്പോൾ എന്താണ്, ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ്, ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് കോമ ഫ്ലോട്ട്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 3 ഫംഗ്ഷനാണ്. ആ 3 ഫംഗ്ഷൻ്റെയും പേരെന്താണ്? സം എന്ന് തന്നെയാണ് ആ 3 ഫംഗ്ഷൻ്റെയും പേര്. പക്ഷേ എൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് ഇൻ്റാണ്, ഒരു ആർഗ്യുമെൻറ്റ്. രണ്ടാമത്തേനകത്ത് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, 2 ഇൻ്റാണ്. മൂന്നാമത്തേനകത്ത് 2 എണ്ണം ഉണ്ട്, 1 ഇൻറ്റും 1 ഫ്ലോട്ടും. ഈ ആർഗ്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ്, ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് സിഗ്നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. ഈ 3 ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ഇത് 3 എണ്ണവും 1, 2, 3, ഈ 3 ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് 3 പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റ് വെച്ച് നടത്തുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തേനകത്ത് ആർഗ്യുമെൻറ്റ്സ് 2 ആവും, മൂന്നാമത്തേന് ആർഗ്യുമെൻറ്റ്സ് 3 ആവും. 2 തന്നെ 2 ഡിഫറൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു പേര് സെയിം നെയിം തന്നെയാണ്, ബട്ട് ഇറ്റ് യൂസ് ഡിഫറൻറ്റ് സിഗ്നേച്ചർ, പല സിഗ്നേച്ചർ വരുന്നു. അപ്പം സെയിം നെയിം വിത്ത് ഡിഫറൻറ്റ് സിഗ്നേച്ചർ ക്യാൻ ആക്ട് ഡിഫറൻ്റ്ലി. പല സിഗ്നേച്ചർ, ഒരു പേര്, സെയിം നെയിം വിത്ത് ഡിഫറൻറ്റ് സിഗ്നേച്ചർ, ഒരേ പേര് പല സിഗ്നേച്ചർ, ക്യാൻ ആക്ട് ഡിഫറൻ്റ്ലി, പല രീതിയിൽ ആക്ട് ചെയ്യാം. ഇറ്റ് ഈസ് നോൺ ആസ് ഫംഗ്ഷൻ ഓവർലോഡിങ്. അതിനെ പറയുന്ന പേരാണെന്ത്, ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പം അവിടെ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ആൻ ഓവർലോഡഡ് ഫംഗ്ഷൻ, ഒരു ഓവർലോഡ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിനെ പറയുന്ന പേരാണെന്ത്, സിഗ്നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. ആ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ആൻ ഓവർലോഡഡ് ഫംഗ്ഷൻ ഈസ് കാൾഡ് സിഗ്നേച്ചർ. രണ്ടാമത്തെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ ഈസ് കാൾഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു C++ ഓപ്പറേറ്ററിന് തന്നെ പല മീനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഒരു ഓപ്പറേറ്റർ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചാൽ അതിനെ പറയുന്ന പേര് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പോൾ പ്രൊവൈഡിങ് ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ ഈസ് കാൾഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഈ 2 എണ്ണം ഏതിന് എക്സാമ്പിളാണ്? കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോളിനെയും ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനെയും കമ്പൈൽ ടൈമിലാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സച്ച് പോളിമോർഫിസംസ് ആർ കാൾഡ് കമ്പൈൽ ടൈം പോളിമോർഫിസം ഓർ സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ early binding. എക്സാമ്പിൾ വെച്ചാൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. A function with the same name but different signature can act differently is called function overloading. The arguments of the overloaded function is called signature. Providing new meaning to an existing C++ operator is called operator overloading. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതായിരുന്നു റൺ ടൈം പോളിമോർഫിസം ഓർ ഡൈനാമിക് പോളിമോർഫിസം ഓർ
late binding. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് റിഫേഴ്സ് ടു ദി ബൈൻഡിങ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വിത്ത് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡെഫിനിഷനെയും ഫംഗ്ഷൻ കാളിനെയും എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യുക അറ്റ് റൺ ടൈം. ഏത് ടൈമിൽ? റൺ ടൈമിലാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ കോളിനെ ഫംഗ്ഷൻ ഡെഫിനിഷനുമായി ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സച്ച് പോളിമോർഫിസംസ് ആർ കാൾഡ് റൺ ടൈം പോളിമോർഫിസം. ആ പോളിമോർഫിസത്തെ പറയുന്ന പേരാണെന്ത്? റൺ ടൈം പോളിമോർഫിസം. അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു, പോയിന്റേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസും ഒക്കെ അതിന് എക്സാമ്പിളാണ്. റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിളാണ് പോയിന്റേഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതാണെന്ത്? പോളിമോർഫിസം. അപ്പോൾ പോളിമോർഫിസം മീൻസ്, പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്സ്. സോ പോളിമോർഫിസം മീൻ ഹാവിങ് മെനി ഷേപ്സ് ഓർ ഫോംസ്. എന്താണ് പോളിമോർഫിസം? ഇറ്റ് റെഫേഴ്സ് ദി എബിലിറ്റി ടു പ്രോസസ് എ ഡേറ്റ മോർ ദാൻ വൺ ഫോം. ഒരു ഡേറ്റയെ ഒന്നിലധികം ഫോമിൽ എന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുന്ന കഴിവിനെ പറയുന്ന പേരാണെന്ത്? പോളിമോർഫിസം. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്: കമ്പൈൽ ടൈം പോളിമോർഫിസം ഓർ സ്റ്റാറ്റിക് പോളിമോർഫിസം ഓർ early binding, റൺ ടൈം പോളിമോർഫിസം, ഡൈനാമിക് പോളിമോർഫിസം ഓർ ലേറ്റ് ബൈൻഡിങ്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്? That is the ability to binding data, binding function with function definition at compile time. Function കോളിനെ ഫംഗ്ഷൻ ഡെഫിനിഷനുമായി കമ്പൈൽ ടൈമിലാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സച്ച് പോളിമോർഫിസംസ് ആർ കാൾഡ് കമ്പൈൽ ടൈം പോളിമോർഫിസം. എക്സാമ്പിൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. എന്നാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്? സെയിം നെയിം അല്ലെങ്കിൽ ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം. ഒരു ഫംഗ്ഷൻ, ഒരേ പേരുള്ള ഒരു ഫംഗ്ഷൻസ് ക്യാൻ ആക്ട് ഡിഫറൻ്റ്ലി, പല രീതിയിൽ ആക്ട് ചെയ്യുക. അപ്പോൾ എ ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചർ, പല സിഗ്നേച്ചറുള്ള ഒരേ പേരുള്ള ഒരു ഫംഗ്ഷൻ പല രീതിയിൽ ആക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് ഫംഗ്ഷൻ ഓവർലോഡിങ്. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു C++ ഓപ്പറേറ്ററിന് പുതിയ മീനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ട് മെയിൻ എക്സാമ്പിളാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എക്സാമ്പിളാണ്. ഇനി റൺ ടൈം പോളിമോർഫിസം ചോദിച്ചാൽ ദ എബിലിറ്റി ടു ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് റൺ ടൈം ഈസ് കാൾഡ് റൺ ടൈം പോളിമോർഫിസം. എക്സാമ്പിൾ ചോദിച്ചാൽ പോയിന്റേഴ്സ്. അപ്പോൾ ഇതാണെന്ത്? കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എത്ര കൺസെപ്റ്റ് ആയിരുന്നു? 7 കൺസെപ്റ്റ് ആയിരുന്നു. ഒബ്ജക്റ്റ്, ക്ലാസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതായിരുന്നു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എ റിയൽ വേൾഡ് തിങ്സ് വിത്ത് സം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ ആർ കാൾഡ് ഒബ്ജക്ട്സ്. It contain both the data and functions. They interact with each other by sending messages. Collection of objects are called class. Collection of objects are called class. In C++, class is a derived data type. It is declared using the keyword class. It contains function and data. The function inside a class is called member function. Data is called data member. മൂന്നാമത്തെ കൺസെപ്റ്റ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. എബിലിറ്റി, ആക്ട് ഓഫ് റെപ്രസെൻറ്റിങ്. ആക്ട് ഓഫ് റെപ്രസെൻറ്റിങ്, എബിലിറ്റി അല്ല, ആക്ട് ഓഫ് റെപ്രസെൻറ്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക വിത്തൗട്ട് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിലോ എക്സ്പ്ലനേഷനോ ഇല്ലാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആയിരുന്നു പറഞ്ഞത്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഈസ് ദി എന്താണ് പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക വിത്തൗട്ട് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ഓർ എക്സ്പ്ലനേഷൻ ഈസ് കാൾഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. എക്സാമ്പിൾ ചോദിച്ചാൽ വർക്കിംഗ് ഓഫ് ആൻ ATM, റിയൽ ലൈഫ് എക്സാമ്പിളാണ്. വർക്കിംഗ് ഓഫ് ആൻ ATM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. നാലാമത്തെ ഡേറ്റ എൻക്യാപ്സുലേഷൻ. ബൈൻഡിങ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻസ് ടുഗദർ ഇൻടു എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഡേറ്റയും ഫംഗ്ഷനെയും ഒരുമിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റ എൻക്യാപ്സുലേഷൻ. ഡേറ്റ എൻക്യാപ്സുലേഷൻ. അഞ്ചാമത്തെ മോഡുലാരിറ്റി. പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻടു സ്മാൾ സബ് പ്രോബ്ലംസ് കാൾഡ് മോഡുലാരിറ്റി. ആൻഡ് സബ് പ്രോബ്ലംസ് ആർ കാൾഡ് മൊഡ്യൂൾസ്. ഒരു വലിയ പ്രോബ്ലത്തെ ചെറിയ ചെറിയ പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? മോഡുലാരിറ്റി. ആ പ്രോബ്ലംസിനെ പറയുന്ന പേര് മൊഡ്യൂൾസ് എന്ന് പറയും. ആറാമത്തത് ഇൻഹെറിറ്റൻസ്. പ്രോസസ് ഓഫ് ഡിറൈവിംഗ് ന്യൂ ക്ലാസ്. പുതിയ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യുക ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓർ ബേസ് ക്ലാസ് ഈസ് കാൾഡ് ഇൻഹെറിറ്റൻസ്. ദ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് all the properties of base class. Derived class base class in എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യും? ഇൻഹെറിറ്റ് ചെയ്യും. The main advantage of inheritance is code reusability. Main advantage എന്ന് പറയുന്നത് code reusability ആണ്. Means deriving a new code from an existing code. പുതിയൊരു കോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. പഴയൊരു കോഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പുതിയ പർപ്പസിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? കോഡ് റീയൂസബിലിറ്റി. There are 5 types of inheritance. എത്ര ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്? 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, multi-level inheritance and hybrid inheritance. Deriving a new class from a single base is called single inheritance. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു derived class ഡെറൈവ് ചെയ്താൽ അതിനെ എന്തെന്ന് പറയും? സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. When a derived class is inherits from more than one base classes, it is called multiple inheritance. ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു derived class ഡെറൈവ് ചെയ്തിരുന്നാൽ അതിനെ പറയുന്ന പേര് multiple inheritance. When a derived class inherits more than one base classes,
ഇറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അടുത്ത ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്താണ്? വെൻ മോർ ദാൻ ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ്സ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്. ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്താൽ ഇൻഹെറിറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് നോൺ ആസ് hierarchical inheritance. Deriving a new class from a derived class is called multi-level inheritance. ഒരു derived class നിന്ന് പുതിയൊരു ക്ലാസ് ഡെറൈവ് ചെയ്തെടുത്താൽ അതിനെ പറയുന്ന പേര് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഈസ് കാൾഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പം ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേര് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അവസാനത്തെ കൺസെപ്റ്റ് പോളിമോർഫിസം ആയിരുന്നു. പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്പ്. സോ പോളിമോർഫിസം മീൻസ് many shapes, having many shapes or forms. Ability to process a data more than one form is called polymorphism. Two types of polymorphism: compile time or runtime, or static or dynamic, or array binding or late binding. Compile time polymorphism is the ability to bind a function call with the function definition during compilation. It is example which are function overloading and operator overloading. Function overloading is the process of providing എന്താണ് അല്ലെങ്കിൽ എന്ത് പറയും എ ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം. ഒരു ഫംഗ്ഷൻ ഒരേ പേരുള്ള ഒരു ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചർ. ഒരു ഫംഗ്ഷനാണ്, ഒരു പേരുള്ള ഫംഗ്ഷനുകളാണ്, പക്ഷേ സിഗ്നേച്ചർ ഡിഫറൻ്റ് ആണ്, ക്യാൻ ആക്ട് ഡിഫറൻ്റ്ലി. പല രീതിയിൽ ആക്ട് ചെയ്താൽ അതിനെ പറയുന്ന പേര് ഫംഗ്ഷൻ ഓവർലോഡിങ്. പ്രൊവൈഡിങ് ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ ഈസ് കാൾഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ടാമത്തെ പോളിമോർഫിസം റൺ ടൈം പോളിമോർഫിസം ആണ്. റൺ ടൈം പോളിമോർഫിസം അതിനെ ചോദിച്ചാൽ എന്ത് പറയും? ദ എബിലിറ്റി ടു ബൈൻഡ്സ് ഫംഗ്ഷൻ കാൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിൽ ഒരു ഫംഗ്ഷൻ കാളിനെ ഫംഗ്ഷൻ ഡെഫിനിഷനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? റൺ ടൈം പോളിമോർഫിസം. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പോയിൻറ്റേഴ്സ്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ.